ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വേങ്ങമല അമ്പലത്തിൽ പോയതാണേ. വേങ്ങോല എന്ന് പറയും, പക്ഷേ വേങ്ങമലയാണേ. പോകുന്ന വഴിക്ക് ദേവുട്ടിക്ക് ഒരു ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ കയറിയതാണ്. അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു, ഞാനും വാങ്ങിച്ചു കുടിച്ചു ഒരെണ്ണം. എന്തോ കഴിക്കുന്നത്? ദേവൂട്ടിക്ക് ഉഴുന്നോടെ വാങ്ങിച്ചപ്പം എനിക്കും ഒരു കൊതി. ഞാൻ നെയ്യപ്പം മേടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം. പലർക്കും നെയ്യപ്പം, ഇപ്പോഴത്തെ ഉഴുന്നുവട, ഉള്ളിവട, നെയ്യപ്പം ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടമാവില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പഴയ ആ ആഹാരങ്ങളോടും ബേക്കറി സാധനങ്ങളോടും ഒക്കെ. ഇപ്പം എല്ലാവർക്കും ബർഗർ, പിസ്സ അങ്ങനെയൊക്കെയല്ലേ ഇഷ്ടം. പക്ഷേ എനിക്കിപ്പോഴും ലൈം ജ്യൂസും ഈ ഉഴുന്നുവട നെയ്യപ്പമാണ്. ദേവൂട്ടിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെയൊന്നും ഫുഡൊന്നും കഴിച്ചുകൂടല്ലോ വെളിയിൽ നിന്ന്. നമുക്കും അങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് മലയോര ഗ്രാമങ്ങളാണ്. നിങ്ങളൊക്കെ കേട്ട് കാണും, പാലോട്, പാങ്ങോട്, കല്ലറ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. ഞങ്ങൾ ഇന്നാൾക്ക് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തിരുന്നില്ലേ, ഒരു പട്ടിയുടെ കൂടെ വരുന്നോടാന്നൊക്കെ ചോദിച്ചിട്ട് ആ പട്ടിയെ വണ്ടി ഇടിച്ച് ആ വഴിയിൽ കിടക്കുന്നുണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. അവൻ എൻ്റെ കൂടെ വരാനോ വാലാട്ടിയൊക്കെ കുറേ സ്നേഹം പ്രകടിപ്പിച്ചതാണ്. എനിക്കും എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു അവൻ ചിലപ്പോൾ അവിടെ കാണില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഞാനും ദേവൂട്ടിയും കൂടെ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയായിരുന്നു. അപ്പോൾ ദേവൂട്ടി ഞാനും കൂടെ അവിടെയൊക്കെ പോയി കാലൊക്കെ ശുദ്ധീകരിച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് ഞങ്ങൾ പൂവൊക്കെ മേടിച്ചു മെല്ലെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിനകത്ത് കയറി ഞങ്ങൾ തൊഴുതു. പക്ഷേ അമ്പലത്തിനകത്തേക്ക് വീഡിയോ ഒന്നും അലോഡല്ല കേട്ടോ. പിന്നെ അവിടെ എല്ലായ്പ്പം പോലെ എവിടെയെങ്കിലും ചെന്നാൽ ഇതുപോലെയുള്ള ആൾക്കാരെ കാണുമല്ലോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ചായക്കട ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പഴംപൊരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കുഞ്ഞ് ചായക്കട, പഴംപൊരി, ചായ, കടി ഇങ്ങനെയുള്ള സാധനങ്ങൾ. അല്ലാതെ ഇപ്പോഴത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ എനിക്കൊട്ട് ഇഷ്ടവും അല്ല, ഞങ്ങൾ വാങ്ങി കഴിക്കാറുമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നല്ല നല്ല സാധനങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതികളോടൊന്നും എനിക്ക് താല്പര്യവുമില്ല. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്തോ അതാണ് കഴിക്കാൻ താല്പര്യം. പിന്നെ ഞങ്ങൾ നേരെ പോയത് സുമതി വളവിലേക്കാണ്. അങ്ങനെ സുമതി വളവിലേക്കുള്ള കവാടം കഴിഞ്ഞു. ചെറിയ ഒരു നദിയിലൂടെയൊക്കെ കടന്നു സുമതി വളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുമതി വളവെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇപ്പോൾ ഒരു മൂവിയൊക്കെ ഇറങ്ങുന്നുണ്ട്, എല്ലാവരും പോയി കാണട്ടോ. സംഭവങ്ങൾ എന്താണെന്നൊക്കെ അറിയാലോ. സുമതി വളവിലേക്ക് കയറിയപ്പോൾ ചെറിയൊരു വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അന്തരീക്ഷം മങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന ഓട്ടോ ഉണ്ടല്ലോ, ഷിബോണൻ്റെ ഓട്ടോ, ആ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ചേട്ടൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ ആ വണ്ടിയിൽ ഇരിക്കുന്നത്. ഞങ്ങൾ വെളിയിൽ എന്താ പറയുക, ഞാൻ ഉള്ളിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം സുമതി വളവിനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. ഞങ്ങൾ ഇതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ അതിനകത്ത് ചെന്ന് ഞാനും പിള്ളേരെല്ലാവരും അവിടെ ചെന്ന് ഭയങ്കര ബഹളമായിരുന്നു. കാസർഗോഡ് നിന്നൊക്കെ മണിക്കൂട്ടിനൊക്കെ വന്നപ്പോൾ അതിൻ്റെ വീഡിയോ നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടോ, ഞാൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. നല്ല കൂവലും വിളിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ കാർ ഇന്നോവയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ അതിൻ്റെ ഹെഡ് ലൈറ്റ് ഓഫായിപ്പോയി. ഏകദേശം ഞങ്ങൾ ആ ഏരിയ കഴിയുന്നവരെ ഹെഡ് ലൈറ്റ് ഇല്ലാതാണ് വണ്ടി കൊണ്ടുപോയത്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും അവിടെയല്ലേ. പക്ഷേ ചിലർ പറയും അവിടെ ഒന്നുമില്ല, കുറേ കുടിയന്മാർക്ക് അഴിഞ്ഞാടാനും വേസ്റ്റ് കൊണ്ടിടാനുള്ള സ്ഥലമാണ്, അതിൻ്റെ മറവിൽ ഒരുപാട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്തോ സത്യം എന്താണെന്നോ അസത്യം എന്താണെന്നോ എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ആദ്യം പോയപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ്. ഇതാണ് കുഞ്ഞുങ്ങളെ സുമതി വളവ്. ആ വളവാണ് കണ്ടോ. പേടിയാവുന്നുണ്ട്, സന്ധ്യസമയമാണ്, പോവുകയാണ്. ഇവിടെ അധികം അങ്ങനെ നിന്നുകൂടെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒന്നും. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ട് വലിയാമല്ലേ, അത്ര സേഫ് അല്ല ഇവിടെ. എന്നെ കണ്ട യക്ഷിയെ കണക്ക് തോന്നുമല്ലേ? യക്ഷിയൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ കക്ഷി തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുമതി വളവിലാണ്. സുമതി വളവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. സുമതി വളവിലെ മെയിൻ സെൻറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. പേടിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. പക്ഷേ നിങ്ങളെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണ്ടേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുമതി വളവ് സിനിമ നിങ്ങളെല്ലാവരും പോയി കാണുമല്ലോ അല്ലേ. സുമതി വളവിൻ്റെ എന്താ പറയുക, പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്.
ഏരിയയിൽ. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന സുമതി അവരുടെ നാട്ടിലെ തന്നെ ഒരു ജന്മിയുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് കയറുന്നു. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. പക്ഷേ പഠിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ മുതലാളിയുടെ മകനുമായിട്ട് ഇവർ പ്രണയത്തിലാവുന്നു. അവരെ എന്താ പറയുക, അവർ ലാസ്റ്റ് ഗർഭിണിയാകുമ്പോൾ പുള്ളിക്കാരൻ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അവർ ഒഴിവാകുന്നില്ല എന്ന് കണ്ടപ്പം കൊന്നുകളയാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ മധുര ഉത്സവം കാണിക്കാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവരുടെ പഴയ അംബാസഡർ കാറിൽ കയറ്റി കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുന്നു. അവിടെ കാടിന് നടുവിലെത്തിയപ്പോൾ ഇവരെ കഴുത്തിന് കയറിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയിട്ട് സമ്മതിക്കണില്ല. ഓടി വിളവിൻ്റെ അടുത്താണ് എത്തുന്നത്. അവിടെ വെച്ചിട്ട് കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും അതിദാരുണമായി സുമതി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് രത്നാകരനെയും കൂട്ടുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 15 വർഷം ശിക്ഷിക്കപ്പെടുകയും ഈ 15 വർഷം കഴിഞ്ഞ് ഇവർ ഇറങ്ങുകയും സുമതി ഇവരെ കൊന്നു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം അവിടെ എത്തുമ്പോൾ അസ്വാഭാവികമായ സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അലർച്ചകളും കോഴി വിളിയും, വണ്ടി ആക്സിഡൻ്റ് ആവുക, വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്യുക, വെള്ള നിറത്തിലെ സാരി ധരിച്ചൊരു സ്ത്രീ അതിലേക്കൂടെ നടക്കുക, അലർച്ച കേൾക്കുക. അപ്പോൾ അതിലേക്കൂടെ പോകുന്ന ആൾക്കാർക്ക് ഭയമാണ്. അതിലേക്കൂടെ സന്ധ്യ കഴിഞ്ഞാൽ ആരും പോകാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ഇടണേ. അപ്പോൾ ബൈ ബൈ.